കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡിവൈഎഫ്ഐ നാളെ ജനുവരി 20 കേരളത്തിന്റെ വടക്കേയറ്റം മുതൽ തെക്കേയറ്റം വരെ മനുഷ്യ ചങ്ങല തീർക്കുന്നു. ജാതിയില്ലാതെ, മതമില്ലാതെ, പ്രായഭേദങ്ങളില്ലാതെ കേരളത്തെ സ്നേഹിക്കുന്ന മനുഷ്യർ കണ്ണികളാകുന്നു. കേരളത്തിനു വേണ്ടി, രാജ്യത്തിനു വേണ്ടി ഐക്യപ്പെടുന്നു. തകർക്കപ്പെട്ട ബാബറി മസ്ജിദിന്റെ സ്ഥാനത്ത് ഉയർന്ന രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകളുടെ കേളിക്കൊട്ടുകൾക്കിടയിലാണ് കൊച്ചു കേരളത്തിലെ മനുഷ്യ ചങ്ങല തീർത്ത് ഫാഷിസ്റ്റ് സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം അറിയിക്കുന്നത്. കേരളം എക്കാലത്തും BJPക്ക് എതിരാണ്. അതിൻ്റെ മതരാഷ്ട്രീയത്തിനെതിരാണ്. മതകലാപങ്ങളില്ലാത്ത മനുഷ്യർ സമാധാനത്തിൽ ജീവിക്കുന്ന കേരളത്തിനോട്, അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വഴങ്ങാത്ത കേരളത്തിന്റെ മനസ്സിനോട് മോദി ഭരണകൂടത്തിന് വിരോധം തോന്നുക സ്വാഭാവികം. കേരളത്തിന് അവകാശപ്പെട്ടതുപോലും തരാതെ ഞെരുക്കുകയാണ് മോദി. 2014 പ്രധാനമന്ത്രിയായതിന് തൊട്ടു പിന്നാലെ രാജ്യത്തെ സംസ്ഥാനങ്ങൾക്കുള്ള ഫണ്ട് ഗണ്യമായി വെട്ടിക്കുറയ്ക്കുന്നതിന് നരേന്ദ്രമോദി ഇന്ത്യൻ ധനകാര്യ കമ്മീഷനുമായി പിൻവാതിൽ ചർച്ചകൾ നടത്തിയെന്ന വാർത്തകളും വരുന്നു. വെറും 48 മണിക്കൂറിനുള്ളിൽ കന്നി സമ്പൂർണ്ണ ബഡ്ജറ്റ് തട്ടിക്കൂട്ടി അതിൽ സംസ്ഥാനങ്ങളുടെ ധനസഹായം വെട്ടിക്കുറച്ചു. ഫെഡറൽ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിലെ സാമ്പത്തിക ഇടപാടുകളുടെയും തിരശീലയ്ക്ക് പിന്നിലുള്ള കുതന്ത്രങ്ങളുടെയും കഥകൾ വെളിപ്പെടുത്തലുകളായി വരുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരളം ചങ്ങല തീർക്കുന്നത്. കേരളത്തിന് തരുന്നില്ല എന്ന് മാത്രമല്ല, ധനസ്ഥിതിയെ ചൂഷണം ചെയ്യുക കൂടി ചെയ്യുന്നു. എന്തുകൊണ്ട് കേരളത്തെ അവഗണിക്കുന്നു? കേരളം മതേതരമായതുകൊണ്ട്, കേരളം BJPയെ വെറുക്കുന്നത് കൊണ്ട്. ആളെ സംഘടിപ്പിക്കാൻ കഴിയാത്തവരുടെ നാലാൾ ചാവേർ സമരങ്ങളല്ല വേണ്ടത് എന്ന് കേരളം തിരിച്ചറിയുന്നു. ലക്ഷങ്ങളെ അണിനിരത്തി കേരളം മനുഷ്യ ചങ്ങല തീർത്ത് പുതിയ സമര ചരിത്രം തീർക്കും. മനുഷ്യ ചങ്ങലകൾ എന്നും ചരിത്രമായിരുന്നു. ലോക ചരിത്രത്തിൽ അങ്ങനെയൊന്നും ആരും കണ്ടിട്ടില്ല. കേരളത്തിൽ 1987 DYFI സംഘടിപ്പിക്കും വരെ. അതിഗുരുതരമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായപ്പോഴൊക്കെ കേരളം പൊതുനിരത്തിലും തീവണ്ടിപ്പാതയിലും മനുഷ്യ ചങ്ങലയും മനുഷ്യമതിലുമൊക്കെ തീർത്ത് മനുഷ്യരുടെ ഐക്യപ്പെടലും ശക്തിയും തെളിയിച്ചു. ആശയ പ്രചരണത്തിന്റെ, സംഘാടനത്തിന്റെ പുതിയ മാതൃകകൾ സൃഷ്ടിച്ചു. ഇപ്പോൾ അത്തരമൊരു സാഹചര്യം വന്നിരിക്കുന്നു. രാജ്യം ഭരിക്കുന്നവർ ഇന്ത്യയെ മതരാഷ്ട്ര സങ്കല്പത്തിലേക്ക് അടുപ്പിക്കുന്നു. എതിർ ശബ്ദങ്ങളെയും ചെറുത്തുനിൽപ്പുകളെയും ഏതുവിധേനയും ഇല്ലായ്മ ചെയ്യുന്നു. കേരളം ഭയപ്പെടുന്നില്ല. നിർഭയർ നാളെ നിൽപ്പുറപ്പിക്കും, കൈകോർക്കും. 1987 മനുഷ്യച്ചങ്ങലയ്ക്ക് കവി P. ഭാസ്കരൻ എഴുതിയ വരികൾ ഓർക്കും. ഇത് നാടിനു വേണ്ടി ചോര തിളയ്ക്കും നാടീ നിറമാല, നാടിൻ വാടാമലർമാല, പുതിയൊരു വാടാമലർമാല, ഉയിരിൻ ചങ്ങല, ഉടലിൽ ചങ്ങല.